കർമ്മേൽ ബിലീവേഴ്സ് അസംബ്ലി ചെയർമാൻ ശ്രീ കുര്യൻ തോമസിന് സ്വാഗതം. അങ്ങയുടെ വചന ശുശ്രൂഷ ഒരു വേറിട്ട ശബ്ദമായിട്ടാണ് പലരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡോക്ടർ സേതുമാധവൻ, ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ മിഷൻ്റെ സയൻറ്റിസ്റ്റ് ഇൻചാർജാണ്. അങ്ങ് നിത്യതയിലേക്കുള്ള നേർവഴിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വളരെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധു മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരിക്കുകയും അദ്ദേഹം കുർബാനയുമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയ വഴിക്ക് പന്തളത്ത് വെച്ച് അപകടപ്പെടുകയുണ്ടായി. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നാണ് പോയത്. അപ്പോൾ ഇത് വളരെ സംശയമുളവാക്കി. എന്തുകൊണ്ട് ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് പോയ ഒരാളിന് ദുർമരണം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അങ്ങയുടെ ഇതിനുള്ള വിശദീകരണം എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മളിങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് എനിക്കിങ്ങനെ സംഭവിച്ചത്. ആ ആളുടെ ചിന്തയിൽ ഞാൻ ചെയ്യുന്ന കാര്യം സത്യമെന്നാണ് ആളുടെ ചിന്താഗതിയിലിരിക്കുന്നത്. അത് സത്യമാണ്. എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ഒരു അന്യായം ചെയ്തു? പക്ഷേ ആ അന്യായം അങ്ങനെ അയാൾ മരിച്ചതുകൊണ്ട് അത് സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരാൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് ബൈബിൾ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ബൈബിൾ വചനം നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനം 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്നെന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പരിപാടിയും ഇല്ല. അപ്പോൾ ഈ കേസിൽ ഇത് മറ്റുള്ളവർക്കൊക്കെ ഒരു ചിന്താ വിഷയം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി പോകുന്ന വഴി ശരിയോ തെറ്റോ എന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതങ്ങനെ ഒരു സംഭവം അവിടെ കാണിച്ചത്. ഇനി ഇത് ശരിയാണോ തെറ്റാണോ, നമ്മൾ നോക്കേണ്ട സംഗതി എന്തുവാ? ഇത് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട് ഇത് തെറ്റായി? അപ്പോൾ ഇതുകൊണ്ട് ചിലപ്പോൾ ദൈവം എപ്പോഴും ചെയ്യുന്നത്, റോമർ 8:28 പറയുന്ന ദൈവം ചെയ്യുന്ന എല്ലാ സംഗതിയും നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ആ കുടുംബത്തിൽ എന്തോ ഈ ആൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എന്തോ നന്മ ബ്ലോക്ക് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും ഇതിങ്ങനെ സംഭവിക്കാം. പിന്നെ ഒരു കേസ്, അപ്പം അതൊരു ചിന്തിക്കാനായിട്ടുള്ള ഒരു ലൈനാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? പിന്നെ മരിച്ച ഒരാൾ, നമ്മൾ സഭാപ്രസംഗി 9-ാം അധ്യായം 5-6 വായിക്കാമെങ്കിൽ വളരെ ക്ലിയറായിട്ട് പറയുന്ന, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഭൂമിയിലുള്ള യാതൊരു കാര്യവും അവർക്ക് അറിയാൻ പറ്റത്തില്ല. അവരുടെ ഓർമ്മശക്തിയെ വിട്ടുപോകുന്നു. പിന്നെ അവർക്ക് ഈ ഭൂമിയുമായിട്ട് സംഭവിക്കുന്ന യാതൊന്നില്ല, അവർക്ക് ബന്ധവുമില്ല. വളരെ ക്ലിയറായിട്ട് വചനം പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് വായിക്കാത്തത്. അപ്പോൾ വളരെ ക്ലിയറായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മരിച്ച ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ ബൈബിൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ അവരുടെ ആ ചിന്താഗതിയിൽ അത് ശരിയാണെന്ന് അവർക്ക് തോന്നിയിരിക്കാം. പക്ഷേ ബൈബിൾ പ്രകാരം നോക്കിയാൽ അത് ശരിയല്ലാത്തത് കൊണ്ട് അവിടെ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിച്ച് ആ കുടുംബത്തെ ആ രീതിയിൽ വിടുവിക്കുവാൻ ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കാരണം. ബൈബിൾ ക്ലിയറായിട്ട് പറയുന്നത് മരിച്ച ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിൾ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ മരണം പിന്നെ ന്യായവിധിയും വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. മരിച്ച ഒരാളിന് ഒന്നും തന്നെ ഈ ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ ഇരിക്കുന്നത്. മരിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ 7 മിനിറ്റ് എങ്ങാണ്ട് ആളിൻ്റെ ആത്മാവ് ഇവിടെ നിൽക്കുന്നുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ യാതനാസ്ഥലം അല്ലെങ്കിൽ പരദീസായിൽ അവിടെ പോയിരിക്കുന്നു. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇവിടെ നടക്കുന്ന യാതൊരു കാര്യത്തിൽ അവർക്ക് ഓഹരിയില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പിന്നെ പോയി പ്രാർത്ഥിച്ച് സമയം കളഞ്ഞ് ഇത് ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. അത് തന്നെയല്ല, ഈ ആളിനെ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ വാദം അതുപോലെ കിടപ്പുണ്ട്. ആ പിശാചിൻ്റെ വാദം കിടക്കുന്നത് കൊണ്ടാണ് ആ ആളിനെ ദൈവത്തിന് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. അപ്പം എങ്ങനെ വിട്ടുകൊടുക്കുന്നു? പിശാചിന് ഒരാളിനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം സഹിതം അവിടെ കൊണ്ടുപോയി ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. ശരിയാണെന്നുണ്ടെങ്കിൽ കർത്താവ് അത് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു പെട്ടെന്നുള്ള മരണം നടക്കുന്നത്. അങ്ങനെ പെട്ടെന്നുള്ള മരണം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സംഗതി, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചാൽ മിക്കതും അത് ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ടാണ് വരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് 70 അല്ലെ 80 വർഷം വരെ അല്ല 100 വർഷം വരെ ജീവിക്കാനാണ്. അതിനു മുമ്പേ ദൈവം എടുക്കുന്നില്ല. കാരണം ദൈവം എടുത്തു കഴിഞ്ഞാൽ പിശാചിൻ്റെ വാദം കിടക്കുന്നു, നിൻ്റെ സൃഷ്ടിയിൽ എന്തോ കുഴപ്പമുള്ളത് കൊണ്ട്
അതങ്ങനെ ആയി എന്ന് പിശാചിൻ്റെ വാദം വരും. അതുകൊണ്ട് ദൈവം എടുക്കുന്നില്ല. പക്ഷേ പിശാചിൻ്റെ വാദം കിടക്കുന്നത് കൊണ്ട് തക്കതായ കാരണങ്ങളുള്ളതുകൊണ്ട് പിശാച് ഇതുകൊണ്ട് അവിടെ ചെന്ന് ദൈവത്തിൽ നിന്ന് പെർമിഷൻ വാങ്ങി ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇതാണ് അതിൻ്റെ റീസൺ. ഇനി ബാക്കി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.